വാഗ്ദാനം ചെയ്ത് കാശ് വാങ്ങിച്ചിട്ട് ഇപ്പൊ ആളുമില്ല കാശുമില്ല. മുങ്ങിയതായിരിക്കും. ഇവക്കറിയാം എവിടെയാ സത്യമായിട്ടും എനിക്ക് അറിഞ്ഞൂടാ. ഞാനും നിങ്ങളെ പോലെ കാശ് കൊടുത്ത് ഇവിടെ ജോലി കയറിയോളാം. എന്റെ കാശും പോയല്ലേ എന്റെ ഈശ്വര. ദാണ്ട വരുന്നവരാ അവിടുത്തെ ആൾക്കാര്. ദാണ്ടെ ഇവരവിടുത്തെ ബിസിനസ് എക്സിക്യൂട്ടീവ്. എന്താ എല്ലാരും കൂടെ ഇവിടെ? എന്താ ഇവിടെ പ്രശ്നം? പ്രശ്നമൊക്കെ പറഞ്ഞാടാ. ഈ ബിസിനസ് എക്സിക്യൂട്ടീവ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്താ ധരിച്ചിരിക്കണേ? മറ്റവന്മാര് ജോലി തരാന്ന് പറഞ്ഞ കാശ് മാറ്റി മുങ്ങിയിരിക്കുക. പറയുന്ന ആര് മുങ്ങിയെന്ന്? വേണ്ട, അഭിനന്ദനം ഇവിടെ വേണ്ട. ഞങ്ങളുടെ പൈസ ഇപ്പൊ കിട്ടണം. എന്തൊക്കെ ഈ പറയുന്നത്? പോലീസ് കംപ്ലൈന്റ് എന്താ പ്രശ്നം? ഞങ്ങൾ നിരപരാധികളാ സാറേ. തട്ടിപ്പ് വിവരന്മാരെ നിന്നെയൊക്കെ കണ്ടാലറിയാമല്ലോടാ. കുട്ടിയാരാ? അത് ഈ കമ്പനിയിലെ കുട്ടിയാ. നിന്നോട് ചോദിച്ചില്ല. ഇവിടുത്തെ കുട്ടിയാ. നിന്നോടും ചോദിച്ചില്ല. സാർ എന്നെ രക്ഷിക്കണം സാർ. എന്റെ കാശ് കൂടെ കൊണ്ടാണ് കാലമാടന്മാര് പോയത്. എന്റെ കമ്പനി മലയൊക്കെ വിറ്റ പൈസയാണ് സാർ. അവർക്ക് ഈശ്വര ശിക്ഷ കൊടുക്കണേ. ഇപ്പതാ കമ്പനിയും പരിഹാരം ഉണ്ടാക്കാം. കൂട്ടി ഇങ്ങോട്ടല്ല, അങ്ങോട്ട് ഞങ്ങളുടെ കാര്യം ഞാൻ മെഴുവിനായിട്ട് ഇന്ന് തന്നെ വരാമെന്ന്. ഞാൻ നാളെ അല്ല ഇന്ന് തന്നെ വരാം. ചേച്ചി പേടിക്കണ്ട, വേറൊരു ജോലി ചേച്ചിക്ക് ഞാൻ ശരിയാക്കി തരാം. ഞാൻ വാങ്ങിത്തരാം. ഇതെപ്പടി இருக்கு? അപ്പോൾ പ്രേമം മൂത്തപ്പോൾ ഇന്നലെ രാത്രി നിങ്ങൾ ലോഡ്ജിൽ റൂം എടുത്തു അല്ലേ? അതെ സാർ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഖാൻ. മോർണിംഗ്. ചെരുപ്പ് വരണ്ട, ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ ചെരുപ്പിട്ട് കയറാം. ഭരണം മാറി അറിയില്ലേ? അല്ലേ ജാഫർ ഖാൻ? ഞങ്ങളുടെ ഭരണം വന്ന ശേഷം സാമൂഹ്യ വിരുദ്ധയുടെ ശല്യം കുറഞ്ഞിട്ടില്ലേ? ഇല്ല, കൂടിയിട്ടേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, ഇന്നലെ രാത്രി ഇഴുകിച്ചേരാൻ മുറിയെടുത്തോ? അത് കണ്ടില്ലേ, ജോലി തട്ടിപ്പ് വീരന്മാർ കുറഞ്ഞിട്ടുണ്ട് പോലും. അയ്യോ സാറേ, ഇവരെ എന്റെ കക്ഷികളാ. പാവങ്ങളാ, പറ്റിയ പാവങ്ങളാ സാറേ. സ്റ്റുപ്പിഡ്. ഇവരെ ഇറക്കിക്കൊണ്ട് പോകാൻ വന്നതാ ഞാൻ. അയ്യോ, സാറിന്റെ കക്ഷികളാണോ? അറിഞ്ഞില്ല, ക്ഷമിക്കണം സാർ. ആ രണ്ടുപേരെ വെളിയിലിറക്കി വിടണം സാർ. ഒന്ന് വേഗം തുറക്കണം. നീ എവിടേക്കാ? നീ എവിടെ കിടന്നാ മതി. അയ്യോ, നല്ല വേദന ഉണ്ടാവും. സോറി, അറിയാതെ ഇടിച്ചു പോയതാ. അറിയാതെ ഒന്നുമല്ല. വേണമെങ്കിൽ ഇതാ തന്റെ പോക്കറ്റ്. ശരിക്കും ഇടികൊണ്ടല്ലേ? നിങ്ങൾ രണ്ടുപേരും പുറത്തു പോയി ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും എല്ലാം കഴിച്ചോ? അതാണ് പുരുഷന്റെ കഴിവ്. എന്ത് വാടാ ഇതൊക്കെ? സൂക്ഷിച്ചു. ഒന്ന് നിന്നേ. ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും നിങ്ങൾക്ക് നാളെ കഴിക്കാം. അതെ അതെ. കഴിവല്ലേ? എന്തോ? കണക്കൊക്കെ ഒന്ന് നോക്കിക്കേ. വരട്ടെ. ടാക്സി ചാർജ് 150 രൂപ, ഡ്രസ് വാഷ് 35 രൂപ, പിന്നെ ടീ 40 രൂപ, പിന്നെ സെക്രട്ടറിയുടെ ചാർജ് 150 രൂപ. മൊത്തം എത്രയായി? അങ്ങനെ എല്ലാം കൂടെ ഒരു 550 രൂപ. എക്സ്ക്യൂസ് മീ, റൂം നമ്പർ 9 കീ തരൂ. ലഗേജ് അല്ല, കീ. വലിയ 2 ഓഫീസർമാര് 300 രൂപ അഡ്വാൻസ് തന്നിട്ട് ഒരാഴ്ചയായി കിടന്ന് കറങ്ങുന്നു. രണ്ടിന് ഈ പരിസരത്തിന് കണ്ടുപോകരുത്. എടുത്തെറിയണ്ട, പൊട്ടുന്ന സാധനങ്ങൾ അതില്. ഹലോ, പോലീസ് സ്റ്റേഷൻ ഒന്ന് കണക്ട് ചെയ്യൂ. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. വേണ്ട വേണ്ട. നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം. നീ വെച്ചോ, എന്തായാലും ഞാൻ വരുന്നില്ല. പിന്നെന്ത് ചെയ്യും? അവന്മാർക്ക് കൊടുത്ത ആ 1 ലക്ഷം രൂപ എങ്ങനെയും തിരിച്ചു വാങ്ങിക്കണം. അവരെ കണ്ടുപിടിക്കുന്നവരവിടെ നിൽക്കണ്ടേ? അതിന് നിന്റെ കയ്യിൽ കാശുണ്ടോ? പിന്നെ എനിക്കിവിടെ കള്ളങ്ങോട്ടടിയില്ലേ? എന്റെ എവിടെ നിന്നാ കാശ്? നല്ല വിശപ്പുണ്ട് എനിക്ക്. ആ പറഞ്ഞ സംഭവം എനിക്കുണ്ട്. എന്തോന്നാ വിശപ്പ്? ഓ, നിനക്ക് അത് മാത്രമല്ലേ ഉള്ളൂ.
താങ്ങിയിട്ട് ഞാൻ എന്തുവാടാ? ദുഃഖഭാരം ചുമക്കുന്ന ദുശഗുണമാണു ഞാൻ. തില്ലുമേടയിലിരുന്നെന്നെ കല്ലെറിയല്ലേ കല്ലെറിയല്ലേ എന്നെ നീ ഇവിടെ ഇരിക്കി, ഞാനിപ്പോ വരാം. അപ്പൂട്ട, നീ വസുമതി ചേച്ചിയുടെ മോൻ അപ്പൂട്ടനല്ലേ? നമ്മൾ കണ്ടിട്ട് എത്ര നാളായി? അപ്പൂട്ട അപ്പൂട്ട, നിനക്ക് എന്നെ മനസ്സിലായില്ലേ? പ്രേതം കൂടി പോലെ ഇയാൾ എപ്പോഴും പിന്നാലുണ്ടല്ലോ. അപ്പു, നീ എന്താ ഇവിടെ? നീ അപ്പൂട്ടൻ തന്നെ. നിനക്കെന്നെ മനസ്സിലായില്ലേ? ഭ്രാന്ത് പിടിച്ച വയറു നിറച്ച ആഹാരം കഴിക്കാൻ അവസരം കിട്ടിയിട്ട് അതിനും വിധിയില്ലാണ്ടായി. എവിടെങ്കിലും വന്ന് ജീവിക്കാന്ന് വിചാരിച്ചാ അവിടെ മുഴുവൻ ഈ ശല്യങ്ങളല്ലേ. എന്താ ചെയ്യാ? ഒക്കെ വിധിയാടാ. എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതിയൊന്നും വരില്ലായിരുന്നു. ആവശ്യത്തിലധികം സ്വത്ത്, ഒരേ ഒരു മകൻ. പറഞ്ഞിട്ടെന്താ കാര്യം? അങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടന്നിട്ട് രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയമായപ്പോഴത്തേക്ക് കയറി വരുന്നു. എവിടെയായിരുന്നു ഇത്ര നേരം? ഞാനെവിടെയായിരുന്നു? അച്ഛനെന്താ? അച്ഛനോട് കാണിക്കുന്ന തോന്നിയാസം കണ്ടോണ്ട് ഞാനും കൂടെ ഇവിടെ നിൽക്കണോ? കാള പോലെ വളർത്തി പഠിപ്പിച്ചിട്ട് നീയല്ലേ വയസ്സുകാലത്തിന് നോക്കുന്നത്? നോക്കാനെങ്ങനെ? വീട്ടിൽ അല്പങ്ങൾ സ്വയം തന്നിട്ടുണ്ട്. വെളിയിറങ്ങി നടക്കാൻ വയ്യ മനുഷ്യന്. തൊലി ഒരിക്കും. അച്ഛനോട് കാണിക്കുന്ന പ്രത്യേകതകളുള്ള നാട്ടിൽ പാട്ടാ. സർവീസ് ഇരിക്കുമ്പോൾ ചെല്ലുന്നിടത്തൊക്കെ ഉണ്ടാക്കി വെച്ചുള്ള ഓരോ ബന്ധങ്ങളുണ്ടല്ലോ. ആ കഥ കേട്ട് കേട്ടാ എന്റെ അമ്മ മരിച്ചത്. സ്വന്തം ഇഷ്ടപ്രകാരമേ ഭാർഗവമുള്ള ജീവിച്ചിട്ടുള്ളൂ. ഇനി അങ്ങനെ തന്നെ ജീവിക്കും. എന്നെ ഉപദേശിക്കാനൊന്നും വരണ്ട. അടങ്ങി ഒതുങ്ങി ഇവിടെ കാണും കിടന്നോളാം. ഇത്രയും നാൾ അടങ്ങി ഒതുങ്ങിയാണല്ലോ കഴിഞ്ഞത്. മതി. അച്ഛൻ എന്ത് ഭാവിച്ചാ ഈ സ്ത്രീ അവിടെ നിർത്തിയിരിക്കുന്നത്? ഇപ്പൊ ഇറക്കി പറഞ്ഞവരെ. ഇത് എന്റെ വീടാ. ഇവരെ ഇറക്കി വിടാൻ പറയാൻ നീ ആരാ? ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീ ഇറങ്ങിപ്പോടാ. 1,00,000 രൂപ ഞാൻ നിനക്ക് തന്നിട്ടില്ലേ? അതുകൊണ്ട് എവിടെയെങ്കിലും പോയി ജീവിക്കേ. എനിക്കിങ്ങനെ ഒരു മോനില്ലെന്ന് ഞാൻ വിചാരിക്കും. ഇറങ്ങിപ്പോടാ, ഇറങ്ങിപ്പോടാ.
നീ എന്ത് ഈ നേരത്ത് ഇന്നും അച്ഛനായിട്ട് വഴക്കുണ്ടാക്കിയോ? ഇനി ഞാൻ ആ വീട്ടിലേക്കില്ല. അതെന്റെ വീടല്ലടാ. എല്ലാം വിധിയാണ് മോനെ. കൊറേയൊക്കെ കണ്ടില്ലെന്ന് അടിക്കണം. എത്രയെന്ന് വെച്ചാ കണ്ടില്ലാന്ന് നടിക്കുന്നത്? മടുത്തു. മരിച്ചുപോയ എന്റെ അമ്മയുടെ സ്ഥാനത്ത് ആ സ്ത്രീയെ കാണാൻ എനിക്ക് പറ്റില്ല. എന്തായാലും ഇനി ഞാൻ ആ വീട്ടിലേക്കില്ല. മോനിവിടെ നിന്നോ. സൗകര്യമൊന്നും ഇല്ലെങ്കിലും ഇത് നിന്റെയും കൂടി വീടാ. ആ, നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. ഞാൻ ഇന്ന് തന്നെ സിറ്റിയിലേക്ക് പോവാ. ജോൺസൺ ആൻഡ് ജേസൺ കമ്പനിയിൽ ജോലിക്ക് വേണ്ടി കൊടുത്ത കാശിന്റെ കാര്യം തിരക്കണം. നീ വരുന്നോ? അതെന്താ നീ അങ്ങനെ പറയണത്? നമുക്ക് രണ്ടുപേർക്കും കൂടി ചെല്ലി നീ കാശ് കൊടുത്ത്. എന്തായാലും നേരം വിളക്കട്ടെ, നാളെ ഞാനും കൂടി വരാം. അമ്മേ, നാളെ ഞങ്ങൾ ജോലിക്കാര്യത്തിന് വേണ്ടി പട്ടണം വരെ ഒന്ന് പോവാ. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കും മക്കളെ. നീ കഞ്ഞി കുടിക്കടാ. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു കത്ത് പോലെ അയച്ചില്ല. അമ്മയും നീറ്റുമാരും വിഷമിക്കുന്നുണ്ടാവും. ഞാൻ വീട്ടിലേക്ക് എഴുതിയ കത്തൊന്ന് വായിക്കാം. പ്രിയമുള്ള അമ്മയ്ക്കും കൊച്ചനുജത്തിമാർക്കും, എനിക്കും അനന്തനും ജോലി ഇവിടെ കിട്ടി. നല്ല ഒന്നാന്തരം ജോലിയാണ്. കമ്പനി മുതലാളി നല്ലൊരാളാണ്. കൂടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഞങ്ങളെ വലിയ ഇഷ്ടാ. ഇപ്പോൾ 2 നില കെട്ടിടമാണ് ഞങ്ങൾക്ക് താമസിക്കാൻ തന്നിരിക്കുന്നത്. താമസിയാതെ ഒരു AC കോട്ടേജ് ഞങ്ങൾക്ക് അലോട്ട് ചെയ്ത് തരും. എന്തുകൊണ്ടും ഞങ്ങൾക്കിവിടെ പരമാനന്ദ സുഖം. എന്ത് പണി കാണിച്ചേ? നിന്റെ കയ്യിൽ ഇനി എത്ര രൂപയുണ്ട്? 10 പൈസ ഉണ്ടാവും. അതിങ്ങോട്ട്. എന്നാ 10 പൈസയും കൊണ്ട് നടക്കുന്നു. ഛെ, ഏ? ഹലോ, എന്താ ഈ രണ്ടുപേരും കൂടെ ബാഗ് വെച്ചോടെ കാര്യം പോലെ? ഹായ് സുന്ദരി. ഹലോ. How are you? Fine, thank you. ഇതാരും സുന്ദരിയാ? അതെ, എനിക്ക് ജോലി കിട്ടി. കൺഗ്രാചുലേഷൻ. താങ്ക് യു. പിന്നെ ഇത്രയും നാൾ നിങ്ങളെ കുറിച്ച് ഓർത്ത് ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഏതായാലും കണ്ടുമുട്ടിയല്ലോ. അതെ, നിങ്ങൾ എവിടെയാ താമസം? ഞാൻ വരാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്ക് പ്രശ്ന. എന്താ പ്രശ്നം അറിയോ? ഞങ്ങൾ 2 അവിവാഹിതരല്ലേ. അവിടെ ഒരു പെൺകുട്ടി എത്തിക്കുമെന്ന് അത് പ്രോബ്ലം ഇല്ലേ? പിന്നെ ഞാൻ താമസിക്കുന്ന ഇവിടെ അശ്വതി വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ. ഞങ്ങൾ അങ്ങോട്ട് വന്ന് contact ചെയ്യാം. പിന്നെന്താ, പിന്നെ ഓക്കേ. വൈകുന്നേരം കാണണം. അച്ഛന്റെ കാല് പിടിച്ച് കരഞ്ഞിട്ടാ ഇല്ലാത്ത 1 ലക്ഷം രൂപ ഉണ്ടാക്കി യുവമാരുടെ ഈ കമ്പനിക്ക് കൊടുത്തത്. എന്നിട്ടിപ്പോ എന്റെ 25,000 രൂപയും കൊണ്ടല്ലേ കാലമാടന്മാര് മുങ്ങിയത്. രണ്ടാനച്ഛന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ എന്റെ അമ്മ ഊരിത്തന്ന ആഭരണങ്ങൾ വിറ്റാ ഞാൻ ജോലിക്ക് കയറിയത്. ഇപ്പൊ എനിക്കും പോകാനൊരിടവില്ലേ. ഇനിയിപ്പോ എന്താ ഒരു പോകുമ്പോഴൊന്നും ഒരു പിടിയും കിട്ടില്ല. അവന്മാരുടെ സങ്കേതത്തെ കുറിച്ചൊരു അറിവ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് നീങ്ങാം. അത് നല്ല ഐഡിയ. നമുക്ക് നാളെ തന്നെ റിയൽ എസ്റ്റേറ്റ് പുരുഷോത്തം പിള്ളയെ പോയി കാണാം. അത് ശരിയാ. അയാളെ കണ്ടിട്ട് എന്താ കാര്യം? പുരുഷോത്തമൻ പിള്ളയുടെ മെയിൻ ആളല്ലേ മെഴുവേലി. മെഴുവേലി വിചാരിച്ച് ഇവിടെ എന്ത് നടക്കും? കറക്റ്റ്. ഓക്കെ, എന്നാ ഇന്ന് തന്നെ കണ്ടോ? ഓക്കെ.